അതായത് ഇമോഷണലി ഭയങ്കരമായിട്ട് ഓൺ ചെയ്യും നമ്മളെ ഓരോ പോയിന്റും നമ്മളെ എന്താ പറയാ ഒരുപാട് ഇമോഷണൽ ലേയേഴ്സ് ഉണ്ട് പരിപാടി. ഷുവറ എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. പിന്നെ സുഷിന്റെ സ്കോർ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഭയങ്കര നമ്മളെ ഓരോ പോയിന്റിലും നമ്മൾ ഇരുത്തി കളയും. അടിപൊളി. ഓക്കെ നല്ല കണ്ടി നല്ല മൂവിയാണ്. നല്ല മൂവിയാണ്. അടിപൊളി സിനിമ. നല്ല ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്തതൊക്കെ ഇടലും സിനിമ. നല്ല പടം. നല്ല പടം. ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയം. അതുപോലെ നമുക്ക് എങ്ങനെ മേക്കിംഗ് ചെയ്യുന്ന അറിയാത്ത രീതിയിൽ മഴയും വെള്ളപ്പൊക്കമൊക്കെ കൂട്ടിയിട്ട് കാണാവുന്ന ഒരു പ്രതീക്ഷിക്കാത്തൊരു തരം ട്രീറ്റ്മെന്റ് ആണ് പടം. നല്ല പടം. നല്ലൊരു മൂവി. ഉള്ളൊഴുക്ക് നമ്മുടെ ഈ സമൂഹത്തില് എല്ലാ പെൺകുട്ടികളും മാതാപിതാക്കളും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ്. കാരണം അത്രയ്ക്ക് ഫീലിംഗ് ഉള്ള ഒരു സിനിമ. പിന്നെ ക്രിസ്റ്റോ എന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ തന്നെ കഥ നന്നായിട്ടുണ്ട്. പിന്നെ പ്രശാന്ത്, പിന്നെ നമ്മുടെ അർജുൻ രാധാകൃഷ്ണനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കാണേണ്ട ഒരു ചിത്രം തന്നെ. നല്ലൊരു മെസ്സേജ് ഉണ്ട് ഈ പടത്തിൽ. സൂപ്പർ പടം. സൂപ്പർ പടം. ഇമോഷൻ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാല് ഉർവശി ചേച്ചി, പാർവതി, ഇത് രണ്ടുപേരിൽ നമ്മൾ ആരുടെ അഭിനയമാണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഇമോഷൻ കറക്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ പ്രശാന്ത് ആക്ടറായിട്ട് അവര് പുള്ളി ഗംഭീര പെർഫോമൻസ്. എല്ലാരും ഒന്നിനൊന്നിനായി ആരാണ് എവിടാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ശരിക്കും സിനിമ കാണാൻ കയറുന്നവരുടെ നെഞ്ചി തകരുന്ന ഒരു നൊമ്പരവും അവസാനം എല്ലാവർക്കും എന്തോ ഒരു ഇമോഷനിൽ നിന്ന് നമ്മൾ റിലീവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫീൽ നന്നായിരുന്നു പടം. വല്ലാണ്ട് കരയിപ്പിച്ച് കളഞ്ഞു. അതിനൊക്കെ സൂപ്പർ. എന്താ പറയാ, തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് ഒരു സൂപ്പർ സ്റ്റാർ കാസ്റ്റ് നമുക്ക് ലൈക്ക് അതാണല്ലോ തിയേറ്ററിലേക്ക് ആൾക്കാരെ പെട്ടെന്ന് ഫസ്റ്റ് ആകർഷിക്കണേ. പക്ഷെ ഒരു കണ്ടന്റ് ബേസ്ഡ് മൂവി കാണാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ലൈക്ക് തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഉർവശി ചേച്ചിയും പാർവതിയും ലൈക്ക് ദേ സ്റ്റോൾ ദ ഷോ. അടിപൊളിയായിട്ട്. എന്തുമാത്രം എനിക്കൊക്കെ ഭയങ്കര വിഷമമായി. ഭയങ്കര ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്ത തരത്തിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ പടം. എന്തോ ഒരുപാട് റെക്കഗ്നിഷൻ കിട്ടേണ്ട രീതിയിൽ ഉള്ള ഒരു പടമാണ്. എന്തായാലും ഇമോഷണൽ ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. ഗ്രീഫ് ഉണ്ട്, ഗിൽറ്റി, അങ്ങനത്തെ ഒരു ഇമോഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാവരുടെയും പല രീതിയിൽ നമ്മുടെ പല ഷെയ്ഡ്സിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും. അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ പറയാൻ പറ്റില്ല. രണ്ടുപേരും മത്സരിച്ചിട്ട് അഭിനയിച്ചേക്കുന്നത്. ഉർവശിയായാലും പാർവതിയായാലും ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സ് ആയാലും ഭയങ്കരമായിട്ട് മത്സരിച്ചിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തിയേറ്റർ കണ്ട എക്സ്പീരിയൻസ് ഇല്ല. എന്തായാലും OTT കാണുന്നതിനേക്കാളും എഫക്ട് എനിക്ക് തോന്നുന്നു തിയേറ്ററിലായിരിക്കും. എന്തായാലും നല്ലോണം. അത് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഫസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. എക്സ്പെഷ്യലി ഫാമിലീസ് വന്ന് കാണേണ്ട ഒരു മൂവിയാണ്. ശശിന്റെ മ്യൂസിക്, പാർവതി, ഉർവശി ചേച്ചി, കോംബോ ഒരു രക്ഷയില്ല. ഇവരുടെ അഭിനയം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്നും പറയാൻ അസാധ്യം. സൂപ്പർ മൂവിയാണ്. സൂപ്പർ മൂവി. രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മത്സരിച്ച് അടിപൊളി നല്ല മൂവിയാണ്. സൂപ്പർ. കഥ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതിന് പറ്റിയ അഭിനേതാക്കളെ തന്നെ കിട്ടി. അത് തന്നെയാണ് ഈ പടത്തിന്റെ എടുത്ത് പറയേണ്ടത്. ഉർവശി ചേച്ചിയും പാർവതി കൂടെ ചേർന്നപ്പോ അവരില്ലെങ്കിൽ ഈ സിനിമ ഇല്ലെന്ന് തന്നെ തോന്നുന്നു. കാരണം അത്രമാത്രം അവരുടെ ഭാവങ്ങൾ, അവരുടെ അഭിനയ ഒരു സാധ്യത തീർച്ചയായിട്ടും സംവിധായകനും അത് ഊറ്റിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. നമ്മുടെ പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകുന്ന ഒരു നല്ലൊരു ചിത്രം കണ്ട ഒരു ഫീലാണ്. അടിപൊളിയായിരുന്നു. മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ വാച്ച് ആണ്. നല്ല പടം. നല്ല ഫീൽ ഗുഡ്.